അടിക്കുന്നത്? നിന്നെ എന്തിനാ അടിക്കുന്നത് നിനക്കറിയില്ലേ? എന്തു പറ്റി? മതി 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 മതി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നീ വിചാരിച്ചില്ല അല്ലേ? വാടക്കടാ. നീ എന്താ വിചാരിച്ച? നീ പോലീസിൽ അറിയിച്ചാൽ അവര് വന്ന് എന്നെ പിടിച്ചോണ്ട് പോവോ? നീ എന്താ വലിയ കൊമ്പനോ? ഇല്ല സിദ്, നീ എന്നെ തെറ്റിദ്ധരിച്ചു. വായടക്കടാ ദ്രോഹി. കേക്ക്. ഞാൻ ഈ നിലയിലെത്താൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് നിനക്കറിയോ? എന്നെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റൂ? സിദ്, ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നീയാടാ തെറ്റിദ്ധരിച്ചത്. ഇത് കണ്ടോ? ഇതൊന്ന് കേൾക്കുന്നു. ഹെഡ്രിക് നിക്കാണ് സംസാരിക്കുന്നത്. സിദ്ധാണ് ഡെലിവറി എടുത്തിരിക്കുന്നത് മനസ്സിലായിരിക്കുന്നു. അവൻ ആ സാധനങ്ങൾ ക്ലബിൽ വെച്ചിരിക്കുക. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവനെങ്ങാനും പോലീസിൽ കുടുങ്ങിയ പിന്നെ അവന്റെ ജീവിതം തന്നെ നാശമായി പോകും. ഇല്ല 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 സിദ്ധ, ഇത് സത്യമല്ല. ഇത് ആ ബ്രിക്സിന്റെ പണി തന്നെയായിരിക്കും. ഇതിനൊക്കെ കാരണം അവൻ തന്നെയാണ്. അവൻ തന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്ത പണിയാ സിദ്. അതെയോ? നീ നന്നായിട്ട് കഥ പറയും. അത് ഞാനല്ല. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ ഒന്ന് കള്ളം പറയുന്നുടാ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. ഞാൻ നിന്നെ എത്ര വിശ്വസിച്ചിരുന്നു. ഇതാണോ നിന്റെ നന്ദിയും വിശ്വാസവും? പ്ലീസ് സിദ്, എന്നെ വിശ്വസിക്കൂ. നിന്നോട് എനിക്കൊരു പ്രശ്നമില്ല. എല്ലാം ബിസിനസ്സാ. ശരി, ഞാൻ പോവാ. നീ ചത്തടാ. ഞാൻ ഇതുവരെ നിന്നെ ചതിച്ചിട്ടില്ല. പ്ലീസ് എന്നെ വിശ്വസിക്കേ. എനിക്ക് 2 കുട്ടികളുണ്ട്. അവരെ ഓർത്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കില്ലേ? പറയുന്നത് കേക്ക്. നിക്ക്, ഞാൻ പത്രങ്ങളിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട് ഷാർക്കിനെ കുറിച്ച്. ഭയങ്കരമായ ഷാർക്കിനെ കുറിച്ച്. അത് അതിന്റെ ഇരയെ വളരെ ദൂരത്തു നിന്ന് മണത്തറിയും. അത് എപ്പോഴും ഇരയെ തേടിക്കൊണ്ടേയിരിക്കും അത്രേ. ഇതിൽ നിന്നും നിനക്ക് എന്താണ് മനസ്സിലാവുന്നത്? എന്നെ വിട്ടേക്ക് സിദ്. എനിക്കൊരു ചാൻസ് കൂടെ തരൂ. കൊള്ളാമല്ലോ. ഈ കഥ നീ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. സോറി നീക്ക്. ഷാർക്കിന്റെ ഇരയാകാൻ തയ്യാറായിക്കോ. അങ്ങനെയൊന്നും ചെയ്യരുത് പ്ലീസ്. സിദ്, എന്നോടൊന്ന് ക്ഷമിച്ചൂടാ. Tell me a secret.
Shit. Yeah! ബോബി ബോബി എന്താ? റേച്ചൽ എന്തോ പറ്റി? ഈശ്വരാ, എന്തു പറ്റി ബോബി? എന്താ പേടിച്ചോ? ഇതെന്ത് കളിയാണ് റേച്ചൽ? ഞാൻ വെറുതെ ഡ്രാമയ്ക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇവള്- വേറെ ഒന്നുമില്ല. നീ എന്നെ അമ്മയും വെറുതെ പേടിപ്പിച്ച് കളഞ്ഞു. എന്റെ ആക്ടിങ് റിയൽ ആയിരുന്നില്ല അച്ഛാ. നീ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇനി ഒരു മാസത്തേക്ക് ഡ്രാമ ക്ലാസ് ഇല്ല. അമ്മ ഇതൊന്നും ശരിയല്ല. ഇത് ടൂ മച്ച് ആണ് കേട്ടോ. ഈ ഒരു മാസം എന്നൊക്കെ പറയുന്നത് കുറച്ച് അധികമല്ലേ? എന്നാ ശരി, 2 ആഴ്ചത്തേക്ക്. ഡീൽ. അച്ഛാ, വെറും 2 ആഴ്ചയല്ലേ, അതൊക്കെ പറന്ന് പോയിക്കോളും. എന്റെ ഈശ്വരാ, അവള് നിന്നെ പോലെ തന്നെ. ഏയ്, ഡാഡി ആ? എന്താ? ഏതോ ഒരു മൊട്ടത്തല നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. അതാരാ? ഹായ്, ഞാൻ നിങ്ങളുടെ അയൽവക്കത്തെ പുതിയ താമസക്കാരനാ. എന്റെ പേര് ക്ലേ. ഓ, ഹായ്. ഹായ്, നിങ്ങൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഡോളി, ഇതെന്റെ ഹസ്ബൻഡ്. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ആൻഡ് ഇത് ഞങ്ങളുടെ കുറുമ്പിയായ ഒരേ ഒരു മകൾ റേച്ചൽ. ഹായ്, ഹായ് മൊട്ടത്തലയാ. കൊള്ളാലോ. ഏയ് റേച്ചൽ, പോയി ഡ്രസ്സ് മാറ്റിട്ട് വാ. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. പേര് ക്ലേ അല്ലേ? അതെ അതെ. എനിക്കൊരു ചുറ്റിക വേണമായിരുന്നു. നിങ്ങളടുത്തുണ്ടാവോ? ഉണ്ടായിരുന്ന ചുറ്റിക പൊട്ടിപ്പോയതാ. നിങ്ങൾ തെറ്റിദ്ധരിക്കൂലെങ്കിൽ എന്റെ വൈഫിന് ആണിയടിക്കാൻ ഒന്ന് തരുവോ? ഹേ, ഇതിൽ തെറ്റിദ്ധരിക്കാൻ എന്താ ഉള്ളത്? പക്ഷെ നിങ്ങൾ അതിന് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് സബ്മിറ്റ് ചെയ്യണം. ഒരു ചുറ്റികയ്ക്ക് ക്രെഡിറ്റ് കാർഡും ഡ്രൈവിംഗ് ലൈസൻസ്? ബോബിക്ക് വേറെ ഒരു പണിയില്ല. തമാശയായിരുന്നാ? ഈ സൈസ് ചുറ്റിക്കാൻ മതി. ഇത് മതി. താങ്ക്സ്. വേറെന്ത് വേണമെങ്കിലും കിട്ടും. തൽക്കാലം വേറൊന്നും വേണ്ട. ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാ. ഈ നാടും കാലാവസ്ഥ എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞാനും ഭാര്യ ഇവിടെയൊക്കെ കറങ്ങാൻ പോവാ. നിങ്ങളും കൂടുന്നുണ്ടോ? ഓ, എനിക്ക് കറങ്ങാനൊന്നും അത്ര താല്പര്യമില്ല. അതും എസ്പെഷ്യലി ഈ സിറ്റിക്കകത്ത്. ഓ കമോൺ ബ്രോ, വരുന്നേ. ഞാൻ വേണമെങ്കിൽ എന്റെ വൈഫിനോട് ചോദിച്ചിട്ട് പറയട്ടെ. തീർച്ചയായിട്ടും പോകാം. അന്ന് രാത്രി സംഭവിച്ചത് ഓർമ്മയുണ്ടോ? നിങ്ങൾ രണ്ടുപേരും മയാമീസിലേക്ക് പോയിട്ടുണ്ടോ? അതെങ്ങനത്തെ സ്ഥലമാണ്? അതൊരു സ്ഥലമല്ല, ക്ലബ്ബാണ്. ഓ, ഞാൻ പോയതേയില്ല. ആ ക്ലബിന്റെ ഓണർ ക്ലേന്റെ ക്ലയന്റ് തന്നെയാ. ആന്നേ, എന്നെ വിശ്വസിക്കൂ. ആ ക്ലബ്ബ് വളരെ നന്നായിട്ടുണ്ടാവും. ഇന്ന് നമ്മളൊക്കെ അവിടെ പോയി എൻജോയ് ചെയ്യും. ഓ, എൻജോയ്. ഓക്കേ. എന്റെ ഹണി, ഇങ്ങനെയൊന്നും ചെയ്യാതെ. ഞാൻ ഡ്രൈവ് ചെയ്യല്ലേ, പിന്നെ ആകെപ്പാടെ കൊളാപ്സ് ആയി പോകും. ഓ ഐ എം സോറി. ഹേയ്, ഞാൻ വേണമെങ്കിൽ വന്ന് ഡ്രൈവ് ചെയ്യാം. നിങ്ങൾക്ക് റൊമാൻസ് ചെയ്യണമെങ്കിൽ ബാക്കിൽ വന്നിരുന്നോളൂ. നിങ്ങളൊന്ന് ചുമ്മാ ഇരി സാറേ. അത് നന്നായിരിക്കും. ഇവളെപ്പോഴും ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ചൊറിഞ്ഞോണ്ടിരിക്കും. ഞങ്ങള് കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ അല്ലേ? ബ്രോ ബ്രോ നന്നായിട്ടുണ്ടോ? വളരെ നന്നായി. സോറി, നോട്ട് അലോ. ഐ ആം സോറി. എനിക്ക് കഴിക്കാൻ അറിയാം, നീ പറയണ്ട. ഈ സ്റ്റിക്ക് ഇങ്ങനെ പിടിക്കണം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അറിയാന്ന്. ഞാനൊന്ന് പറയട്ടെ. ഈ സ്റ്റിക്ക് എടുത്ത് ഇതാ ഇങ്ങനെ പിടിച്ച് എനിക്ക് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും വീണ്ടും പറയുന്ന എന്തിനാ? ഭക്ഷണത്തിന് എപ്പോഴും നമ്മൾ ബഹുമാനിക്കണം. എന്താ ഞാൻ പറയുന്നത് കേക്ക്. വെറുതെ ഞാൻ എന്നെ പറയുന്നത് ഇങ്ങനെ കേക്ക്. irritate ചെയ്യരുത്. എപ്പോ നോക്കിയാലും ഞാൻ എന്തെങ്കിലും പറഞ്ഞൊന്നും പറഞ്ഞോണ്ടേ കേക്കില്ല. എനിക്ക് മതിയായി. ഞാൻ കുത്തേ പോവാ. പോവല്ലേ? എന്നെ വിട്. പിണങ്ങി ഞാൻ പോവല്ലേ? പോവാണെന്ന്. നിക്ക്. പെണ്ണിനോട് നമുക്കൊന്ന് സംസാരിച്ചു നോക്കിയാലോ? ഏതാ പെണ്ണിന്? ഞാൻ ഈ കളിക്ക് വരുന്നില്ല. ചീത്തയേക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സോളോ ആയിട്ട് വേണമെങ്കിൽ പോയിക്കോ. എന്താ അവിടെ സംഭവിക്കുന്നത്? ഹേയ് സിദ്, എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിരിക്കുന്നു. ഫൈൻ, താങ്ക് യു. ഇതാണ് സിദ്. ഇദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓ, നിങ്ങളെല്ലാരെയും പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. ഹലോ, ഹായ്. യു ആർ ബ്യൂട്ടിഫുൾ. സിദ്ധേ, ഇവരൊക്കെ എന്റെ അയൽവാസികളാ. ഞാൻ വിളിച്ചോണ്ട് വന്നതാ. ഇത് ബോബി, പിന്നെ ഇത് ഡോളി. ഓ,
നിങ്ങളുടെ പേര് എനിക്ക് ഇഷ്ടമാണ്. താങ്ക്സ്. ഞങ്ങളുടെ ഫാമിലിനെ മെയിൻറ്റെയിൻ ചെയ്യണം. നോക്കൂ, നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വെയിറ്റ്, ഇവരെല്ലാം നമ്മുടെ ഗസ്റ്റാണ്, നന്നായി സൽക്കരിക്കണം. തീർച്ചയായും ഓ താങ്ക് യു വെരി മച്ച് സിദ്. ഇത് എൻ്റെ സ്ഥലമാണ്, നന്നായിട്ട് എൻജോയ് ചെയ്യും. തീർച്ചയായും. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഞാൻ മൺഡേ വിളിക്കാം. അതിനെന്താ വിളിച്ചോളൂ. എന്നാ ശരി. ഓ കൊള്ളാം, നമ്മളാ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. എല്ലാം ഫ്രീ യാത്ര. ഞാനെന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഈ ലോകത്ത് ഒന്നും തന്നെ ഫ്രീ ആയിട്ട് കിട്ടില്ല. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് തന്നെ പേ ചെയ്യേണ്ടി വരും. സഹോദര, പറയൂ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. നീ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ. തീർച്ചയായും ചേട്ടാ, എന്നിൽ ഇത്രയ്ക്ക് വിശ്വാസം അർപ്പിച്ചതിൽ നന്ദി. നീ എന്തെങ്കിലും വൃത്തികേടുകൾ ഇവിടെ കാണിച്ചു വെക്കരുത്. ഇത് എന്റെ ബിസിനസ് ആണ്, അത് നീ മനസ്സിലാക്കി നടക്കണം. ഇത് നീ കൂത്താടുന്ന സ്ഥലമല്ല. നിന്റെ ഉടായ്പ പരിപാടികളൊന്നും നീ കസ്റ്റമേഴ്സിനോട് കാണിക്കരുത്. എനിക്കറിയാം ചേട്ടാ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നെന്ന്. തീർച്ചയായും ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വരൂ, ഞാൻ നോക്കിക്കോളാം. വളരെ നന്ദി. ഐ ലവ് യു. എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. ഐ ഓൾവേസ് ലവ് യു. എനിക്കറിയാം. അപ്പൊ എനിക്ക് നിന്നെ പൂർണ്ണമായും വിശ്വസിക്കാമല്ലോ? തീർച്ചയായും. ശരി, ഞാൻ പോയിട്ട് 1 മണിക്കൂറിനകം വരും. സൂക്ഷിച്ചു പോയിട്ട് വരൂ. ഇപ്പൊ എന്താ പറയുന്നു? ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ സ്വർഗമല്ലേ? തീർച്ചയായിട്ടും. വെള്ളടിക്കാൻ വെള്ളവും സൈഡ് ഡിഷും ഇതിനേക്കാളും വേറെ എന്താ വേണ്ടത്? ഇറ്റ്സ് ഓസം. Come on, വയസ്സന്മാരെ പോലെ പറയാതെ. നിങ്ങളൊരു യുവ കോമളനാണ്. വിശ്വസിക്കേ, ഞങ്ങൾക്ക് മകളുണ്ടായതിനു ശേഷം അവളാണ് ഞങ്ങൾക്കില്ല, വേറൊന്നുമില്ല. അവൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നത്. കുട്ടികളുണ്ടായ പിന്നൊന്നും വേണ്ടേ? ഓഫ് കോഴ്സ്. നിങ്ങൾക്കും കുട്ടി ഉണ്ടാവുമ്പോൾ അതെന്തായാലും മനസ്സിലാവും. അങ്ങനെയാണോ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ആ നൂഡിൽസ് എന്തോ എനിക്ക് വയറ്റിന് പറ്റുന്നില്ലാന്ന് തോന്നുന്നു. ഓ ശരി, ടേബിളിൽ മീറ്റ് ചെയ്യാം. ഓക്കെ. സോറി. ഓ, കാണാൻ എന്തൊരു ഭംഗിയാ. നിങ്ങളെ പോലെ ഒരു ലേഡിയെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഓ താങ്ക് യു. ഞാൻ മേത്തൻ, ഈ ക്ലബിന്റെ ഓണറാ. ഓ നിങ്ങളായിരുന്നോ? ഇപ്പോഴാ സിദ്ധെന്ന് ഒരാളെ മീറ്റ് ചെയ്തത്. അദ്ദേഹം ഇത് അദ്ദേഹത്തിന്റെ ഹോട്ടലാന്ന് പറഞ്ഞു. ആ അതെ, അവരെന്റെ ചേട്ടനാ. ഞങ്ങളെ രണ്ടുപേരും ഇത് നടത്തുന്നത്. അവര് ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഞാൻ നിങ്ങളെ പോലെയുള്ള ഗസ്റ്റുകളെ. ശരി, എന്നാ ശരി, നമുക്ക് പിന്നെ കാണാം. ഹേയ് ബേബി, എവിടേക്കാ പോകുന്നേ? എന്റെ ക്ലബിലേക്കല്ലേ വന്നിരിക്കുന്നത്? എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ? എന്റെ കൂടെ വാ, ഓഫീസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓ ആക്ച്വലി എനിക്കിപ്പോ വരാൻ പറ്റില്ല. എന്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കുക. നിൽക്കൂ, ഞാൻ എന്റെ സൗഹൃദം വളർത്താൻ ആഗ്രഹിക്കുന്നു. കമോൺ. ഹേയ് ബേബി, കുറച്ച് ഡ്രഗ്സ് എടുക്കുന്നോ? എന്റെ കയ്യിൽ നല്ല സാധനമുണ്ട്. എന്ത് പറയുന്നു? എന്താ പറഞ്ഞേ? ഓ വേണ്ട വേണ്ട, ഞാൻ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. ഹേയ് ബേബി, കമോൺ. നായേ. ഇപ്പൊ നീ വരുന്നുണ്ടോ ഇല്ലയോ? വരാനാ പറഞ്ഞോ? വിട്. എന്നെ വിട്. ഡോളി എവിടെ? എനിക്കറിയില്ല. ലേഡീസ് റെസ്റ്റ് റൂമിൽ നിന്ന് ആദ്യം അവളാ ഇങ്ങോട്ട് വന്നത്. Shit. നോക്കാം. വാ വാ.
ഇങ്ങോട്ട് വാ. ഒച്ച വെക്കരുത്. ഡോളി ഡോളി അടുത്തുണ്ടോ? ഡോളി ഡോളി ഒന്നുമില്ല ഡോളി ഒന്നുമില്ല ഓക്കെ ഒന്നുമില്ല പേടിക്കണ്ട ഒന്നുമില്ല. നീ എന്നെ തല്ലിയല്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിക്കോ. ഇവിടെ ഞാൻ നോക്കാം. ധൈര്യമുണ്ടെങ്കിൽ പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ ഓടാ. ഏയ് എഴുന്നേക്ക്. ഏയ് എന്റെ ഈശ്വര, പ്രശ്നമായിന്നാ തോന്നുന്നു. ഓ, ഇത് അവന്റെ തെറ്റാണ്. നിനക്ക് ഇവനെ കുറിച്ച് അറിയില്ല. ഇവനാണ് മീത്താൻ. ഇവനാ സിദ്ധിന്റെ അനുജനാ. ഇനി എന്തൊക്കെ ഉണ്ടാവോ, ഇത് വലിയ പ്രശ്നമാവും. ജെന്റിൽമാൻ, നിന്റെ ഇന്നത്തെ ദിവസം നന്നായി പോയല്ലേ? എന്താ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല, ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇതിനു ശേഷമെങ്കിലും ആർക്കെങ്കിലും ജോലി കൊടുക്കുന്നതിന് മുമ്പ് അവനെപ്പറ്റി നന്നായി മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ നീ രക്ഷപ്പെട്ടു, പക്ഷെ എപ്പോഴും ഇത് നടന്നെന്ന് വരില്ല. അതെ, അറിയാം. അവനൊരു പച്ചദ്രോഹിയാണ്. ഇപ്പോഴൊന്നും ശരിക്കും ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓ, വീണ്ടും ഇവന് എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നറിയില്ല. ശരി, എനിക്കുടനെ പോകണം. അവൻ എന്ത് തെറ്റാ ചെയ്തതെന്നറിയില്ല. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇവൻ എപ്പോഴും ഉണ്ടാക്കും. ഞാൻ പറഞ്ഞതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. തീർച്ചയായും ആലോചിക്കാം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഡ്രൈവർ, വണ്ടി എടുക്ക്. എന്താ സംഭവിച്ചതെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഞാൻ എന്ത് പറയാനാ? ഇങ്ങോട്ട് പ്രവേശനമില്ല. ഞാൻ വരാൻ പാടില്ലെന്നു. ഇത് എന്റെ ക്ലബ്ബാണ്, എനിക്ക് പോകണം. സർ, പറയുന്ന കേക്ക്. എനിക്ക് പേടിയാവുന്നു ബോബി. ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങളാണോ സിദ് മോറീസ്? അതെ, ഇവിടെ എന്താ നടക്കുന്നത്? സോറി മിസ്റ്റർ മോറീസ്, നിങ്ങളുടെ ബ്രദർ മരിച്ചു. മീത്തൻ, 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 നീ എന്നെ വിട്ടു പോയോ? മീത്തൻ, മീത്തൻ, ഇവൻ ആരാ കൊന്നത്? പറയൂ. അന്വേഷിക്കുന്നുണ്ട്. ബോബി, നമുക്ക് പോകാം. നീയാണോ? നിന്നെ ഞാൻ വീടില്ല. അവൻ എന്നോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. പിന്നെ അവനോടൊപ്പം ചേർന്ന് ഡ്രഗ്സ് കഴിക്കണമെന്ന് എന്നെ കമ്പൽ ചെയ്തു. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഡോളി എനിക്ക് മുമ്പ് തന്നെ റെസ്റ്റ് റൂമിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഞാൻ ടേബിളിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ഇല്ലായിരുന്നു. ബോബി ആകെ പേടിച്ചു പോയി. അതുകൊണ്ട് അവളെ അന്വേഷിച്ചു പോയിരുന്നു. എനിക്കറിയില്ല. നിങ്ങൾ എന്തിനാണ് അവനെ കുത്തിയത്? ഞാൻ ആ പയ്യനെ കുത്തിയിട്ടില്ല. അവനാണ് എന്നെ കുത്താൻ വന്നത്.
അപ്പോ ആ കത്തി അവന്റെ ആയിരുന്നു. യാ ഓഫ് കോഴ്സ് അത് അവന്റെ കത്തിയാണ്. അവന്റെ കത്തി എങ്ങനെയാ അവന്റെ നെഞ്ചത്ത് കുത്തിക്കേറിയെന്ന് പറയുന്നത്? അവൻ എന്നെ കുത്താൻ വരുമ്പോ ഞാൻ ആ വഴിയിൽ നിന്ന് മാറി നിന്നു. അവൻ അപ്പൊ തന്നെ സ്ലിപ്പായി താഴെ വീണു. അങ്ങനെ അവന്റെ കത്തി അവന്റെ നെഞ്ചി കുത്തിക്കേറി. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവൻ എന്നെ പീഡിപ്പിക്കാൻ നോക്കി. ഞാനിപ്പോ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ, ഇതിന്റെ തെളിവ് ഞങ്ങളെടുത്തുണ്ട്. ഓ ഒരു പക്ഷേ നിങ്ങൾ എന്നെ ഇതിൽ കൊടുക്കാൻ നോക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാനുള്ളത് അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ പോവാണ്. ഓക്കെ ബോബി, കുറച്ചേരം വെയിറ്റ് ചെയ്യേ. കുടിക്കാൻ വല്ലതും വേണോ? കോഫി, ടീ, അങ്ങനെ വല്ലതും? എന്റെ വൈഫ് എവിടെ? എനിക്ക് ഉടനെ അവളെ കാണാം, അവളോട് സംസാരിക്കണം. ആ വെയിറ്റ് ചെയ്യൂ. അവനെന്താ പറഞ്ഞേ? എല്ലാ ചോദ്യത്തിനും അവൻ്റെ അടുത്ത് ഉത്തരവുണ്ട്. ഇത് അവൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അവൻ പറഞ്ഞതൊക്കെ സത്യമാവാനാണ് സാധ്യത. ഇത് തന്നെ ഞാൻ വിചാരിച്ചതും. ഒരുപക്ഷെ മീത്തനെ വേറെ ആരെങ്കിലും കൊന്നിരുന്നെങ്കിൽ നമുക്കത് വലിയ തലവേദനയായനല്ലേ. അതെ സാർ. ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട് എന്തായി? ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട്സ് ഒന്നും നമ്മുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, അവനെ വിട്ടേക്ക്. ഓക്കെ. സീത്, അതെ ഞാനാ സംസാരിക്കുന്നു. പറയൂ, എന്തു പറ്റി? അവൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തേ. മാത്രമല്ല മിത്തിനെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയാലോ. നീ എന്താ പറയുന്നത്? അവന്റെ മരണം എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കണ്ടേ മതിയാകൂ. ഞാൻ പറയുന്നത് മനസ്സിലായോ? അവനോടൊപ്പം അവന്റെ ഭാര്യയെയും നമ്മൾ വിടരുത്. ഞാൻ പറയുന്നെന്ന് കേക്ക്. അവനെ ഞങ്ങൾ വിട്ടു. അവനെ നീ എന്തിനാ വിട്ടത്? സീത്, ഞാൻ പറയുന്ന കേക്ക്. വെറുതെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പോലീസ് നിന്നെ വെറുതെ വിടില്ല. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പോയി ചാകടാ നീ. സീത്, മണ്ടൻ. ആരെയും വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്യണം. അവനെ കൊണ്ടുവന്നിട്ടുണ്ടോ ബോസ്? അതിനൊന്നും ഇപ്പൊ സമയമില്ല. ആ പോലീസുകാരനും അവനെ വിട്ടിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യേ, സിറ്റിയിൽ പോയി എല്ലാവരോടും പറ, ബോബി ആര് പിടിച്ചു തരുന്നു അവർക്ക് ഞാൻ $10,000 കൊടുക്കാമെന്ന് പറ. ഇനി ലീഗലായിട്ട് നടക്കാൻ വഴിയില്ല. അപ്പൊ സാറിന്റെ ഫ്രണ്ട് എന്താ ചെയ്യണ്ടേ? ആരെക്കുറിച്ചും ചിന്തിക്കാൻ ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല. അവൻ ഇടയ്ക്ക് കയറി വന്ന് അവനെയും കൊന്നേക്ക്. പക്ഷെ എനിക്ക് ബോബിയെ മാത്രം ജീവനോടെ വേണം. പോകൂ. ജോലിയൊക്കെ അങ്ങനെ പോകുന്നു. വലിയ കാര്യമൊന്നുമില്ല. ആ എന്ത് കിട്ടാനാ, ഒന്നും ആള് കിട്ടും. വന്നല്ലോ. ഒരു ജോലിയുണ്ട്. ചോദിക്കുന്നത് തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനും റെഡിയാണ്. നീ ശരിക്കും പറഞ്ഞാണോ? എന്നാൽ ഒരു കൈ നോക്കിയേക്കാം. എന്നാ പുറപ്പെട്. In and out, no violence attached. But I'm not to be messed with, I promise you that. Ask anyone I work with, they vouch for me. The job done every time, no doubt with me. Move to the States, and I set up shop. Say my name in any state, bet they get up, watch. Out in LA, they know the man for the job. Independent, but എല്ലാം റെഡിയാണോ? ആർക്കും ഒരു സംശയം വരരുത്. ഓക്കെ. now they show me respect. എല്ലാം റെഡിയാ. One you need to call. Call when you need the job done. I'm the one you need to call. Call when you need the job done. I'm the one you need to call. ഈ കാർ എന്തിനാ ഇങ്ങനെ നടുറോട്ടിൽ നിർത്തിയിരിക്കുന്നത്? നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണോ? പ്രശ്നമായിന്ന് തോന്നുന്നു. വാ, ഇവിടെ നമുക്ക് പോവാം. എന്നാ വണ്ടി പുറകോട്ടെടുക്കാം. പുറകില് വണ്ടി വന്നല്ലോ. കമോൺ, പെട്ടെന്ന് വണ്ടി തിരിക്കേ.
നമ്മളിപ്പോ എന്താ ചെയ്യാ ബോബി? ആദ്യം നിങ്ങൾ വണ്ടി തിരികെ. അവന്മാരൊക്കെ നമ്മളെ വളഞ്ഞു. വണ്ടി എടുക്ക്. ആ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകും. ഡോളി, പോലീസ് ഇൻഫോം ചെയ്യും. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, കോള് പോകുന്നില്ല. ആ കാറിനിടയിലുള്ള ഗ്യാപ്പിൽ പാർക്ക് ചെയ്യും പെട്ടെന്ന്. ബോബി, നീ ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അവന്മാരെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ രണ്ടുപേരും സേഫ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. വേണ്ട ബോബി, ഞാൻ പോവില്ല. ഡോളി പ്ലീസ്. പോവില്ലെന്ന് പറഞ്ഞില്ലേ? ഓക്കെ ഡോളി, ഞാൻ വേണമെങ്കിൽ 7th ക്രോസ് സ്ട്രീറ്റിൽ നിങ്ങൾ 10 മിനിറ്റ്സിൽ മീറ്റ് ചെയ്യാം. നിങ്ങളിവിടെ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പാടില്ല. ഷൂട്ടിംഗ് ശബ്ദം കേൾക്കുന്നുണ്ട്. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. വെടിവെക്ക്. അവന്റെ കാലിൽ ഷൂട്ട് ചെയ്താൽ മതി, അവനെ കൊല്ലരുത്. Oh shit. പത്ത് മിനിറ്റ് കഴിഞ്ഞല്ലോ. ബോബി ഒറ്റയ്ക്കാക്കിട്ട് നമുക്ക് പോണ്ട. ഹേയ്, താങ്ക് ഗോഡ് ബോബി എത്തി. ബോബി, ഹേയ്. ഒന്നുമില്ല, ഒന്നുമില്ല. ബോബി. ഹേയ്, നീ പേടിക്കുന്ന പോലെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഒരു ചെറിയ മുറിവുള്ളൂ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. കാർ വിട്ടിട്ട് വാ. എന്താ? എന്റെ കാർ ഇട്ടേച്ച് ഞാൻ എങ്ങോട്ടും വരില്ല. അവർക്ക് നമ്മുടെ കാറിന്റെ അടയാളം അറിയാം. അത് സാരമില്ല, നീ കാർ വിട്ടേച്ചു വാ. ഒന്നുമില്ല, നീ പേടിക്കണ്ട. എനിക്കിപ്പോഴാ സമാധാനായ. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതാണ് സേഫ്. ശരിക്കും ചെക്ക് ചെയ്യാതെ അവൻ മരിച്ചു എന്ന് എങ്ങനെയാ പറയുന്നത്? ഞാൻ അവനെ ഷൂട്ട് ചെയ്തത്. അവൻ മേളിൽ നിന്ന് താഴെ വീണപ്പോ ഒരു അനക്കവും ഇല്ലായിരുന്നു. ആ പറയൂ, എന്തു പറ്റി? മനസ്സിലായി. അവനെപ്പറ്റി അറിഞ്ഞ എന്നോട് പറയൂ. ഇല്ല ബോസ്, അത്രയ്ക്ക് മുകളിൽ നിന്ന് വീണ ആരും രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല.
വായടക്കടാ പോത്തെ. വിഡ്ഢിത്തരമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അവനെ ജീവനോടെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചു. നിങ്ങൾക്ക് ഒരു പണിയും ചെയ്യാൻ കഴിവില്ല. നിങ്ങൾ രണ്ടുപേർക്കും മരിച്ചവർക്കും ജീവനോടെ ഉള്ളവർക്കും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. മോർക്കസ്, ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. മരിച്ചവൻ ജീവനോടെ ഉള്ളവൻ. മരിച്ചവൻ ജീവനോടെ ഉള്ളവൻ. മരിച്ചവൻ. വേണ്ട ബോസ്, ഞാൻ അവനെ ജീവനോടെ കൊണ്ടുവരാം. ജീവനോടെ ഉള്ളവൻ. എടാ GPS ഒന്ന് നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് തരാം. അതൊന്നും നടക്കില്ല മോനെ, വേറൊരുത്തിനിടുന്ന അടിച്ചു മാറ്റിയതാ. എടാ ഒന്ന് കാണിക്കടാ. ഒന്ന് താടേ. അത് കാണിച്ച് എന്ത് സംഭവിക്കാനാ? ഒക്കെ അവൻ തന്നെ വെച്ചോട്ടെ, വിട്ടേക്ക്. ആദ്യം കൃത്യമായിട്ട് റൂട്ട് നോക്കി പറയാൻ പറ, ഇല്ലെങ്കിൽ വഴിതെറ്റിയാലോ? നമുക്കും ശരി വഴിയറിയാത്തതാ, പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും. 2-3 സിഗ്നലേ കടന്നിട്ടുണ്ടാവും. ഇത് നോക്ക്, അവൻ എവിടേക്ക് പോവാനാ? നമ്മുടെ കയ്യിൽ എന്തായാലും കുടുങ്ങും. കയ്യിൽ കിട്ടിയാ അവന്റെ പണി കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. പറയുന്നത് കേക്ക്, സ്ട്രെയിറ്റ് ആയിട്ട് പോവാം. വണ്ടി എടുക്ക. ഓ നാശം, ഇവിടെ സിഗ്നലൊന്നും കിട്ടുന്നില്ല. ഇവിടുന്ന് 2 സിഗ്നൽ കഴിഞ്ഞാണ് പോലീസ് സ്റ്റേഷൻ. ഇതുവഴി പോയാൽ നമ്മൾ ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്ലേ, അവിടെ നിൽക്കല്ല, ആരെങ്കിലും കാണും, ഇങ്ങോട്ട് വാ. ഇവിടെ സിഗ്നൽ കിട്ടുന്നുണ്ട്. ക്ലേ, ആരിവിടുന്ന് അനങ്ങി പോരുത്. ഏയ്, മര്യാദക്ക് കൈ മുകളിലേക്ക് പൊക്കടാ. എടാ തടിയാ, മൊട്ടയ്ക്ക് ഫോൺ ചെയ്ത് പറ ഞങ്ങൾ അവനെ പിടിച്ചോന്ന്. എന്നിട്ട് ഡീലിനെ കുറിച്ച് ആദ്യം തന്നെ സംസാരിച്ചോ, മനസ്സിലായോ? ഇപ്പൊ തന്നെ വിളിച്ച് അവനെ കാശുമായിട്ട് വരാൻ പറയാം. ഇപ്പൊ പറ, നീ എന്താ അവിടെ ചെയ്യുന്നേ? നിനക്ക് ഇവരുടെ കൂടെ മരിക്കാൻ ആഗ്രഹമുണ്ടോ? നമ്മുടെ ആൾക്കാരുടെ ഇമേജ് തകർക്കാനായിട്ട് വന്നിരിക്കുക. നിനക്ക് ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ ഇവരെ മാത്രമേ കിട്ടിയുള്ളൂ. വെറുതെ വളവളാന്ന് പറയാതെ അവനെ തീർത്തേക്ക്. എടാ തടിയാ, ആ മൊട്ടയോട് നമ്മുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചോ? അതൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. കാര്യോ? കാശിന്റെ കാര്യം പറയുന്നത്. എന്റെ അടുത്ത് പണമുണ്ട്. എന്റെ അടുത്ത് $500 ഉണ്ട്. വെറും $500? ഇവനെ പിടിച്ചു കൊടുത്താൽ എനിക്ക് $10,000 കിട്ടും. ശരി, നിന്റെ വഴിക്ക് തന്നെ ഞാൻ വരാം. നിനക്ക് $500 തരാൻ കഴിയുമെങ്കിൽ കുഴപ്പമില്ല, ഞാനത് വാങ്ങിക്കോളാം. പക്ഷെ നിന്റെ കയ്യിലുള്ള വാച്ച്, റിങ് അതൊക്കെ എന്റെ കയ്യിൽ തന്നേക്ക്. പക്ഷെ 500,000 എനിക്ക് വേണ്ട. എന്താ, മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? കമോൺ കമോൺ, എല്ലാം അഴിക്കാൻ പറഞ്ഞില്ലേ? അഴിക്ക. നിങ്ങളുടെ അടുത്ത് ഇനി പ്രത്യേകിച്ച് പറയണോ? അഴിക്ക. പറഞ്ഞത് ചെയ്യ. വേഗം ക്രെഡിറ്റ് കാർഡ് എടുക്ക. എന്നിട്ട് ആ പിൻ നമ്പർ പറ. ചിരിച്ചാ നിന്നെ കൊന്നുകളയും. ഞാനെന്താ ഇവിടെ സിനിമയാണ് കാണിക്കുന്നത്? വായിലി ഗണ്ണ് വെച്ച് എന്താ നടക്കുന്ന അറിയോ? ഇപ്പൊ എന്തിനാടാ ചിരിക്കുന്നേ? നീ ചോദിക്കുന്ന എമൗണ്ട് അവൻ തരൂ. പിന്നെ തരാതെ? നിനക്കറിയാമോ, ഞങ്ങൾ പണം വാങ്ങാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേ. നിനക്ക് ജീവനെ കൊതിയൊന്നുമില്ലേ? നിങ്ങളെല്ലാരും മണ്ടന്മാരാണെന്ന് തോന്നുന്നത്. ഒരു പ്രാവശ്യം കൂടി മണ്ടെന്ന് പറഞ്ഞാ കൊന്നുകളയും ഞാൻ. എന്നെ കൊന്ന നിങ്ങൾക്ക് ഡയമണ്ട്സും കിട്ടില്ല, കാശും കിട്ടില്ല. ഡയമണ്ട്സോ? ഡയമണ്ട്സ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കണോ? പറ. സത്യമായിട്ടും എന്റെ സോക്സിൽ ഡയമണ്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് എന്നെ പിടിക്കാൻ നിങ്ങൾ അയച്ചത്. കാണാൻ മണ്ടന്മാരെ പോലെ ഉണ്ടോ? അല്ലല്ല, നിങ്ങൾക്ക് ജീനിയസ് അല്ലേ? വേണമെങ്കിൽ ഞാൻ ഡയമണ്ട്സ് കാണിക്കട്ടെ. ഏയ് വേണ്ട, ആവശ്യമില്ല, അവിടെ നിൽക്ക. നിന്റെ ബുദ്ധി കാണിച്ചാ തീർക്കും ഞാൻ. അനങ്ങരുത്. ക്വൈസ്, ഇവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? പക്ഷെ എനിക്ക് ഇവന്റെ മേലെ ഒട്ടും വിശ്വാസമില്ല. ഈ സ്ഥലത്ത് ഈ സമയത്ത് ഇവര് ഡയമണ്ട് വെച്ച് ചുറ്റിക്കറങ്ങാത്രേ. ക്വൈസ്, വിശ്വസിക്കുന്നുണ്ടോ? ഹേയ്, ഡയമണ്ട്സ് ഉണ്ടാക്കാമായിരിക്കാം. ഡയമണ്ട്സ് കിട്ടിയ സിദ്ധിനെ പോലുള്ള ആൾക്കാരെ നമുക്ക് വിലക്ക് വാങ്ങിക്കാൻ കഴിയും. എന്തു പറയുന്നു? ശരി, നീ ധൈര്യമായിട്ട് പോയി ചെക്ക് ചെയ്യടാ. എന്നാ ചെക്ക് ചെയ്യല്ലേ? ചെയ്യ്. കൈ പൊക്കടാ. ക്ലീനി വണ്ടികൾ. കമോൺ, പോവാ ഇവിടുന്ന്. നീ ഇതുപോലെയുള്ള ഫൈറ്റ് ഒക്കെ എവിടുന്നാ പഠിച്ചത്? ഞാൻ കുറെ ആക്ഷൻ മൂവീസ് കാണാറുണ്ട്. വണ്ടി കയറ്.
എവിടേക്കാ പോകുന്നത്? ഞാൻ എൻ്റെ റിങ്ങും പിന്നെ എൻ്റെ കോട്ടും വാച്ചും ഒക്കെ എടുക്കുക. എൻ്റെ അടുത്ത് നിന്ന് ഇവൻ തട്ടിപ്പറിച്ചത്. ഞാൻ നിങ്ങളെക്കാളും കറുപ്പ് തന്നെയാ, പക്ഷെ എൻ്റെ മനസ്സ് വെള്ളയാ. നോക്ക്. എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്ക് ഈ സ്റ്റേഷൻ ഇൻചാർജിനോട് മീറ്റ് ചെയ്യണം. ആ, ഈ പോലീസ് സ്റ്റേഷന്റെ ഇൻചാർജ് ഞാനാ. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? യാ, എൻ്റെ പേര് ബോബി കാരണോസ്കി. കരണോസ്കി? എക്സാക്ട്ലി. എൻ്റെ കൂടെ വരൂ. സർ, 4-5 റൗഡികൾ മേഡം, ഞങ്ങളെ. പ്ലീസ് മിണ്ടാതെ എൻ്റെ കൂടെ വാ. വരൂ. എന്താ സംഭവിച്ചെന്ന് പറയേ. സർ, സിദ് പോട്ടസ് എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളെ കൊല്ലാൻ കൊല്ലാൻ ശ്രമിക്കുക. നോക്കുന്നോ? അതെ, അതിനുവേണ്ടി റേറ്റും സംസാരിച്ചു. എന്തെങ്കിലും തെളിവുണ്ടോ? ഞങ്ങൾ അറ്റാക്ക് ചെയ്തവരാ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അറ്റാക്ക് ചെയ്യാൻ വന്നോ? ഗൺ പോയിന്റ് നിന്ന് രക്ഷപ്പെട്ടിരിക്കുക. നോക്ക്, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വാങ്ങാൻ വേണ്ടി ഞാനൊരു ഡിറ്റക്റ്റീവിനോട് വരാൻ പറയാം. Excuse me. അതിനുശേഷം അതിന്റെ ഒരു ആവശ്യമില്ല. ഇനി കംപ്ലൈൻസിന്റെ ആവശ്യമില്ല, വിറ്റ്നസിന്റെ ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ പോവാം. നിങ്ങൾ കംപ്ലൈന്റ് തന്നില്ലെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. അത് സാരമില്ല, ഞങ്ങൾക്ക് ഹെൽപ്പൊന്നും വേണ്ട. ഫയർ ആംസ് ഓഫീസർ, നിങ്ങൾ ഈ കാര്യം എന്താ എന്നോട് നേരത്തെ പറയാത്തത്? അത് പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഒരു കാര്യം പറയട്ടെ, ഞാനിത് പേഴ്സണലായിട്ട് എടുത്തോളാം. എനിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ അന്വേഷിച്ച് തുടങ്ങിക്കോളാം. ശരി, ഇപ്പൊ ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാം. വരൂ വരൂ. നിങ്ങൾ ഈ ടാക്സിയിൽ പൊയ്ക്കോളൂ. ടാക്സിയോ? എന്തിനാ ടാക്സി പോകാൻ പറയുന്നത്? പോലീസിന്റെ ഒന്നും കാറില്ല. എന്നോട് ക്ഷമിക്കൂ, ഡിപ്പാർട്ട്മെന്റ് പോളിസി ചെയ്ത്. നിങ്ങൾ പേടിക്കണ്ട, സേഫ് ആയിട്ട് അവിടെ എത്തിക്കോളൂ. ആർക്കറിയാം? ഈ കാർഡിന്റെ പുറകിൽ എന്റെ നമ്പറുണ്ട്. ആവശ്യമാണെങ്കിൽ താങ്ക് യു ഡിറ്റക്റ്റീവ്. ഇരിക്കെ. എന്ത് പറ്റി? ആരെങ്കിലും വഴക്കിട്ടോ? ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യേണ്ട സ്ഥലം അറിയാലോ. എന്തുകൊണ്ട് അറിയില്ല? ഞാൻ എത്ര പേരെ എന്റെ വണ്ടി കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിലത്തെ ഡോർ അടക്ക്. നിങ്ങളൊന്ന് ഹലോ, സമാധാനിക്ക്, റോഡിൽ ഞാൻ നോക്കി വണ്ടി കൊണ്ടുവിടാം. ഓടിക്കാൻ പറ്റുമോ? ശരി സാറേ, എന്താ ചെയ്യാ? ആഹാ, എന്റെ ഭാര്യയുടെ അടുത്തുനിന്ന് മെസ്സേജ് വന്നു, നോക്ക് സാറേ. എന്തിനാ വേറെ വഴി കൂടെ പോകുന്നത്? സാറേ, വണ്ടിയിൽ പെട്രോൾ ഇല്ല സാറേ. ഇപ്പഴാണ് യാത്ര പോയിട്ട് വന്നത്. പോകുന്ന വഴിക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാൻ സാറേ. അതൊക്കെ ഡ്യൂട്ടിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചെയ്തുകൂടെ തനിക്ക്? സോറി സാറേ, പെട്രോൾ അടിച്ചിട്ട് വരാന്നാ വിചാരിച്ച. അതിനിടയ്ക്ക് നിങ്ങളുടെ ഫോൺ വന്നു. ശരി, ഓക്കെ, പെട്ടെന്നാവട്ടെ. ഇതാ സാറേ, 5 മിനിറ്റ്, നമുക്ക് ഉടനെ പോവാം. Don't forget about that other side of that right. ലേറ്റ് ചെയ്തൊന്ന് പെട്ടെന്ന് വാ. സാറേ, ഉടനെ പോയി ഉടനെ വന്നേക്കാം സാറേ. നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു വെക്കട്ടെ? അതൊന്നും വേണ്ട സാറേ, ഞാൻ ഇപ്പോഴാ കഴിച്ചിട്ട് വന്നേ. വീണ്ടും പ്രോബ്ലം നമ്മളെ തേടി വന്നിരിക്കുകയാണ്. വേഗം ആ ഡോർ ലോക്ക് ചെയ്യ്. നമ്മുടെ ചുറ്റിനുമാണല്ലോ അവന്മാർ നിൽക്കുന്നത്. ഭാവി ഇപ്പൊ എന്താ ചെയ്യാ? ആരും വണ്ടി വിട്ട് ഇറങ്ങരുത്.
എന്താ? നീ എന്തിവിടെ സീൻ കാണിക്കാൻ വന്നാണോ? ഇല്ലല്ലോ, ആക്ച്വലി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതറിയാതെ നിങ്ങളാണ് ഞങ്ങളുടെ വഴി കയറി നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്താ തമാശ പറയാ? മിണ്ടാതെ ഞങ്ങളുടെ കൂടെ വന്നോണം. ദേ നോക്ക്, ഇന്ന് മൊത്തം നിങ്ങളുടെ കൂടെ രാത്രി കറങ്ങാൻ എനിക്ക് ആഗ്രഹമില്ല. അതുമല്ല, ഞാൻ ഇത്രയും നേരം മിണ്ടാതെ മെയിൻറ്റെയിൻ ചെയ്തു, പക്ഷേ അത് തുടരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിന്റെ പുറകെ വാലാട്ടി കൊണ്ട് വന്നിരിക്കുന്ന ഈ മക്കളെയും കൂട്ടിക്കൊണ്ട് ഇവരെല്ലാവരെയും നിന്റെ വണ്ടിയിലേക്ക് കുത്തിക്കയറ്റിയിട്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് ചെന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആംബുലൻസിനെ വിളിക്കേണ്ടി വരും. ഞങ്ങളെ കണ്ട മക്കളെ പോലെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് വരുന്നൊരു മൃഗം. ഓ അതെയോ? അപ്പൊ നിന്നെയാണോ അവൻ മൃഗം എന്ന് പറഞ്ഞത്? ഇത് മൃഗത്തിനേക്കാളും വലിയൊരു ജന്തുവാണല്ലോ. അതെ, വലിയ ജന്തു തന്നെയാ. അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞ അവന്മാരൊക്കെ കേൾക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിനക്കൊരു ഓപ്ഷൻ തരാം. എന്റെ കാലുകൊണ്ട് അടി വാങ്ങുന്നോ അതോ കൈ കൊണ്ട് വാങ്ങുന്നോ? നീ വായടിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കൊല്ലും. കാട്ടുപോത്തിനെ പോലെ ഇരുന്നിട്ട് അവന്റെ നടി വാങ്ങുന്നോ? ചെല്ലോ. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. ഇവിടുന്ന് പോവാനാ പറഞ്ഞത്. അവനെ വിടരുത്, പോയി പിടിക്കൂ. പിടിച്ചോളൂ. കാറ് ബാബി, നീ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരായിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം അവർ എന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇല്ല ബോബി, ഞങ്ങൾ പോവില്ല. ക്ലേ, നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോ. ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബോബി. പ്ലീസ്, നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട. അതെ, നിങ്ങളുടെ വൈഫ് പറയുന്നത് ശരിയാ. ഞങ്ങൾ ഇട്ടേച്ച് പോവല്ലേ? ബോബി, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ക്ലേ, മുമ്പിൽ പോയി ഡ്രൈവർ സീറ്റിലിരിക്കും പ്ലീസ്. ഞാൻ പറയുന്നത് കേൾക്ക് ബോബി, ഇതൊട്ടും ശരിയല്ല. നീ പേടിക്കുന്ന പോലെ എനിക്ക് ഒന്നും സംഭവിക്കില്ല. സൂക്ഷിച്ച് വീട്ടിൽ പോയിട്ട് എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ പെട്ടെന്ന് തന്നെ വരാം. ക്ലേ, നിന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആർക്കു വേണ്ടി വണ്ടി നിർത്താൻ പാടില്ല, ആരെയും വിശ്വസിക്കാനും പാടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ ഇതെവിടെ പോവാ? ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി പോവാണ്. ചെല്ല. ടൈഗറോടെ അതൊക്കെ രണ്ടാമത്തെ ടൈം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്ക് അയച്ച മദ്യത്തിൽ 2 കേസ് കുറവാ. മര്യാദക്ക് എനിക്കത് എത്തിച്ചില്ലെങ്കിൽ ഞാൻ തന്ന കാശൊക്കെ തിരിച്ചെന്നേക്ക്. എന്നെ കണ്ട ഭ്രാന്തനെ പോലെ തോന്നുന്നുണ്ടോ? എല്ലാവരും ഈസി ആയിട്ടല്ലേ പറ്റിക്കുന്നേ. നിനക്ക് സുഖാണോ ടൈഗർ? ബോബി, നീ എന്താ ഇവിടെ? അതും എന്റെ സ്ഥലത്ത്. നീ എന്തിനു വേണ്ടി ഇവിടെ വന്നത്? നിന്റെ കൂടെ കുറച്ച് സംസാരിക്കാനുണ്ട്, തനിച്ച്. കേട്ടില്ലേ ബേബി, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറെ നാളായി. പക്ഷെ ഇവൻ എന്നെ മറന്നിട്ടില്ല. ഞാനിപ്പോ നേവിയിലല്ല,
നീ എന്റെ സീനിയറുമല്ല, ഇതെന്റെ സ്ഥലാ. അതൊക്കെ പോട്ടെ, ഇതൊന്നും ഇഷ്ടമല്ലേ? ടൈഗർ, എണീറ്റ് പോ, നിന്റെ ടൈം കളയണ്ട. എന്റെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ടോ? നോ താങ്ക് യു. നീ വേസ്റ്റാ. പറ ബോബി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ ഇപ്പൊ ഫാമിലി മാനായില്ലേ? ഞാനിവിടെ വരണ്ടെന്നാ വിചാരിച്ചത്. എന്റെ നൈബർ എന്നെയും ഡോളിയെ ഒരു ക്ലബിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. പക്ഷെ അവിടെ ഒരു പ്രശ്നമായി. എന്ത് പ്രശ്നം? സെഡ് എന്നൊരാളെ കുറിച്ച് നിനക്കറിയോ? മോറിസ്? അതെ, അവൻ തന്നെ. അവനെന്റെ തലയ്ക്ക് വില വെച്ചിരിക്കുകയാണ്. മീത്തിനെ കൊന്ന നീയാണോ? അവനെ ഞാനല്ല കൊന്നത്. നോക്ക് ബോബി, അത് വേറെ ആരായിരുന്നാലും തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാമായിരുന്നു. ഈ കേസിൽ എനിക്ക് തലയിടാൻ പറ്റില്ല. ടൈഗർ, ഞാൻ നിന്നെ കുറേ കാര്യത്തിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലോണം ആലോചിക്കുക. നോക്കൂ ബോബി, നീ എന്റെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെയാ. നീ ഒന്ന് മനസ്സിലാക്ക്, എന്നെ കൊണ്ട് ഇത് പറ്റില്ല. നിന്റെ ദേഹത്ത് പോകേണ്ടതുകൊണ്ട് എന്റെ ദേഹത്ത് പോയതുകൊണ്ടാണ് നീ ഇന്നിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നീ ഒരു കാര്യം മറന്നു. ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? നിന്റെ കല്യാണം കഴിഞ്ഞു, നിനക്കൊരു കുഞ്ഞുണ്ടായി. നീ എന്തെങ്കിലും അവരെ എനിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? പക്ഷെ നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ നീ എന്റെ അടുത്ത് വന്നു. ഇപ്പൊ നിനക്കെന്റെ ഹെൽപ്പ് വേണമല്ലേ? നീ വെറും സ്വാർത്ഥന. അപ്പോ ഫ്രണ്ട്ഷിപ്പ് വേണ്ട, ഫാമിലി മതി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ എന്തിനാ ഇവിടെ വന്നേ? വേഗം പൊയ്ക്കോ ഇവിടുന്ന്, അല്ലെങ്കിൽ ഞാൻ നിന്റെ സിദ്ധിനെ പിടിച്ചു കൊടുത്ത് പണം വാങ്ങും. ഡോളി മാഡം, ഒരു സഹായത്തിന് ഞങ്ങളും കൂടെ നിൽക്കട്ടെ? വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നാൽ മതി. ബോബി വീട്ടിലെത്തിയ ഉടനെ ഞങ്ങൾ വിളിക്കാൻ മറക്കരുത്. ശരി, തീർച്ചയായിട്ടും പറയാം. ബൈ. ബൈ. നീ എല്ലാം ഇപ്പൊ തന്നെ നിർത്തണം സിദ്ധ്. അവനെ വിട്ടേക്ക്. ഞാൻ അവനെ വിടില്ല. എനിക്ക് ബോബിയുടെ അഡ്രസ് മാത്രം കിട്ടിയാൽ മതി. ഐ എം സോറി സിദ്ധ്, ഞാൻ തരില്ല. ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരു വൃത്തികെട്ട പോലീസ് ഇപ്പൊ നല്ല പോലീസായി മാറിയെന്ന്. നോക്ക്, ആ ബോബിയെ പറ്റി എനിക്ക് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ 10 വർഷം ഡിഫൻസിലാ ജോലി ചെയ്തത്. അപ്പൊ നീ എന്താ പറയുന്നത്? അവനെ കണ്ട് ഞാൻ പേടിക്കണോ? അല്ല, ഞാൻ അവന്റെ റെക്കോർഡൊക്കെ ചെക്ക് ചെയ്തു. അവൻ നേവിയിലെ വർക്ക് ചെയ്യുന്നത്. ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. അവൻ ആരാണെങ്കിലും ആയിക്കോട്ടെ, അവൻ എന്റെ അനുജനെ കൊന്നവനാ. അതിനുള്ള ശിക്ഷ ഞാൻ കൊടുക്കും. സിദ്ധ്, നിനക്കറിയില്ല നേവി സീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ലക്ഷത്തിൽ ഒരുത്തിനെ ഇതിന് സെലക്ട് ചെയ്യത്തുള്ളൂ. നിന്റെ ഈ കളികൾ കണ്ട് അവൻ പേടിക്കൊന്ന് വിചാരിക്കണ്ട. ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ ഒരുപാട് കൊന്നിട്ടുണ്ട്. ഇല്ല, നിനക്ക് അവനെ കൊല്ലാൻ പറ്റില്ല. ഇല്ല, ഈ ചെറിയ കാര്യത്തിന് വേണ്ടി നമ്മൾ വഴക്കിടണ്ടെന്നാ വിചാരിക്കുന്നത്. മര്യാദയ്ക്ക് അവന്റെ അഡ്രസ്സിങ് തന്നേക്ക്, അല്ലെങ്കിൽ നീ കൈക്കൂലി വാങ്ങിയ കാര്യം ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പറയേണ്ടതായിട്ട് വരും. എന്താ, നിനക്ക് മനസ്സിലായോ? അറിയാം, നീ എന്ത് വേണമെങ്കിലും ചെയ്യുന്നു. അഡ്രസ് പറയൂ. 6808 സെയിന്റ് മൗണ്ട്. ഇനി ഈ കാര്യത്തിൽ നീ തലയിടരുത്. ഡീഗൽ, പ്ലാനിൽ ചെറിയ ചേഞ്ച് ഉണ്ട്.
ഇനി നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്റെ കയ്യിൽ നിന്ന് ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. മനസ്സിലായോ നിനക്ക്? എന്നെ ഒരുത്തനെ പിടിക്കാൻ നിങ്ങൾ ഇത്ര പേര് ചേർന്ന് വന്നിരിക്കുന്നില്ല. ജീവനോട് എത്ര പേടിയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജോലിക്ക് വന്നത്? എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറ. പിടിക്കണം അവനെ. നീ എന്തിനാ തടയുന്നേ? മതി, വിട്ടേക്ക്. സിദ്ധിനെ പിന്നെ ജീവനോടെ വേണം. സോറി ബോബി, $10,000 ലൈഫ് സെറ്റിൽ ആവും. പിന്നെ ചാൻസ് കിട്ടില്ലല്ലോ. അതിനുവേണ്ടി നീ എന്നെ കാണിച്ചു കൊടുക്കും. നാണല്ലോടാ നിനക്ക്. ഏയ്, ഇവനെ മുറുക്കെ പിടിച്ചോ. ഇവനെ കാണാൻ സാധുവാണെങ്കിലും ആള് ഭീകരൻ തന്നെയാ. നിന്നെ പോലൊരു ദ്രോഹി കണ്ടിട്ടില്ലടാ ഞാൻ. നിന്റെ ജീവൻ രക്ഷിച്ചവനാടാ ഞാൻ. എന്തു ആയിക്കോട്ടെ, നോക്ക്, ഇത് പേഴ്സണലായിട്ട് എടുക്കേണ്ട ഇതൊരു ബിസിനസ്സാ. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ പാടില്ലായിരുന്നു. നിനക്കൊരു കാര്യം അറിയോ? നീ ഇപ്പോഴും പഴയ ലോകത്ത് തന്നെ ജീവിക്കുന്നേ. പിന്നെ കാണാം. നിന്റെ ഉള്ളിലുണ്ടായിരുന്ന മനുഷ്യത്വം മൊത്തം കളഞ്ഞോടാ. എന്നെ അടിച്ചു അല്ലേ? നിന്നെ ഇന്ന് ഞാൻ നിന്നെക്കാളത്തൊരു ദ്രോഹിയെക്കാളും ശത്രു എത്രയോ മെച്ചമാടാ. ഇവിടുന്ന് നീ ശവമായിട്ട് തിരിച്ചു പോവാ. ആരോടാ കളിക്കുന്നേ? ഇവനെ വിട്ടേക്ക്. എന്ത്? ഞാൻ എന്റെ തീരുമാനം മാറ്റി. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയത്? ഞാൻ എന്റെ തീരുമാനം പറഞ്ഞ അവനെ വിട്ടേക്ക്. അവനെ പോകാൻ അനുവദിക്ക്. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. നീ അതെ, കൊണ്ടുപോകും. ഞാൻ തന്നെ അവനെ കൊണ്ടുപോകും. എന്നെ എതിർത്ത് കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകുന്ന് പറഞ്ഞില്ലേ? മര്യാദയ്ക്ക് അവനെ പറഞ്ഞ നീ കൊടുത്ത കേൾക്കില്ലല്ലേ? $10,000 കിട്ടും. അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോകും. മലയാളത്തിൽ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? നീ അവനെ എന്തൊക്കെ വിടാ. പറഞ്ഞാലും ശരി, ഞാൻ തന്നെ ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകും. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ അടുത്ത് നിന്റെ അഭ്യാസം കാണിക്കാൻ വന്നില്ലേ? അതുകൊണ്ടാണ് വെടിവെച്ചത്. എന്താ എന്താ നിന്നോട് ക്ഷമിക്കണമെന്നോ? ഇതുപോലുള്ള ജോലിക്ക് ക്ഷമയല്ല, മനസ്സിലായോ? അതുകൊണ്ട് നിന്റെ മുകളിലേക്ക് വിട്ടത്. അപ്പോ ശരി, നിങ്ങൾ ആരാ ആദ്യം ചാവാൻ പോകുന്നേ? ഇപ്പോഴെന്റെ പഴയ സുഹൃത്തിനെ തിരിച്ചു കിട്ടിയതാ. ശരി, നീ പൊയ്ക്കോ. ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. താങ്ക് യു ബ്രദർ. ഏയ്, ഇത് സേവനമൊന്നുമല്ല, കടം തന്നെയാണ്. ഹണി, ബോബിക്ക് എന്ത് പറ്റി കാണും? ഞാൻ അവനെ സഹായിക്കണമായിരുന്നു, പക്ഷെ ചെയ്തില്ല. അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. എനിക്ക് തോന്നുന്നത് ഞാനൊരു പേടിത്തൊണ്ടനാ. അതുകൊണ്ട് അവനെ സഹായിക്കാഞ്ഞ്. ദാ നോക്ക് ഹനി, നിങ്ങൾ കുറച്ചേരം ഉറങ്ങാൻ നോക്ക്. ബോബി ഉറപ്പായും സേഫ് ആയിരിക്കും. നീ കണ്ടല്ലേ ബാബി അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്? അവനെ കണ്ടാ പക്ഷെ ആരും അങ്ങനെ പറയില്ല. കം ഓൺ ഹനി. പക്ഷെ ധൈര്യമുള്ളവനാ. അവനൊരു ആർക്കിടെക്ട് മാത്രമല്ല, പതുങ്ങിയിരിക്കുന്ന പുലിയാ.
നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അവിടെ എന്താ ഉണ്ടായേ? ഡോളി ഇപ്പൊ എവിടെയാണ്? അവരകത്തുണ്ട്, ഒരു പ്രശ്നമില്ല. താങ്ക് യു ബഡി. നിനക്ക് ഈ ബൈക്ക് എവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ ഇപ്പൊ ചോദിക്കേണ്ട ചോദ്യമാണോ? എല്ലാം ഞാൻ മോർണിംഗ് പറയാം, നീ വീട്ടിൽ പോ. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. എന്നോടെല്ലാം പറയണം. ഷുവർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ബോബി. വാവ്, നല്ല ധൈര്യമുള്ളവനാ. ഡോളി, 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 എന്ത് പറ്റി? ഡോളി. ബോബി, നിങ്ങൾ വന്നോ? അവര് നമ്മുടെ റേച്ചലിനെ തട്ടിക്കൊണ്ടുപോയി. ആര്? അന്ന് ക്ലബിൽ വെച്ച് കണ്ടില്ലേ, അവര് രണ്ടുപേരും. സിഡിന്റെ ആൾക്കാരാണോ? അവര് നമ്മുടെ റേച്ചലിനെ കൊന്നുകളയെന്നാ പറഞ്ഞത്. അവരെവിടെ പോയെന്ന് അറിയോ നിനക്ക്? രക്ഷിക്ക്. അവര് ബ്രിഡ്ജിനടുത്തുള്ള വലിയ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയത്. നിക്ക് ബോബി, ഞാൻ പറയുന്നൊന്ന് ഒരുത്തരെയും ഞാൻ വിടാൻ പോകുന്നില്ല. അവിടെ നിക്ക്. നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ബോബി. നിങ്ങളൊന്ന് സമാധാനിക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങളിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന? ആവശ്യമില്ലാത്തൊന്നും ചെയ്യരുത് പ്ലീസ്. ബോബി, നമുക്ക് ആദ്യം പോലീസിന് ഇൻഫോം ചെയ്യാം. അല്ലെങ്കിൽ ആ ഡിറ്റക്ടീവിനെങ്കിലും ഹെൽപ്പിന് വിളിക്കാം. അദ്ദേഹം നമ്മളെ ഉറപ്പായിട്ട് സഹായിക്കും. ഒന്നും വേണ്ടി പോരുത്, മര്യാദയ്ക്ക് റൂമിൽ കയറിപ്പോ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ കിടന്ന് പറയുന്നൊന്നും കേൾക്കാതെ നിങ്ങൾ എന്ത് വിട്ടിത്താ കാണിക്കാൻ പോന്നേ? ഡോളി, ഞാൻ നിന്നോട് എന്താ ചെയ്യണമെന്ന് അഡ്വൈസ് അല്ല ചോദിക്കുന്ന. മര്യാദയ്ക്ക് റൂമിൽ കയറിപ്പോ. ബ്രിക്സ്? ഡിറ്റക്റ്റീവ് ബ്രിക്സ് ആണോ? ആ സിദ് മോറിസിന്റെ ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങളുടെ മോളെ തട്ടിക്കൊണ്ടുപോയി. മിസ്സിസ് കാർണോസ്കി?
നോക്ക്, നിങ്ങളൊന്ന് സമാധാനിക്കേ. എന്നോട് എല്ലാ കാര്യങ്ങളും പറയേ, ഞാൻ നോക്കിക്കോളാം. എന്റെ അച്ഛൻ എന്തായാലും ഇവിടെ എത്തും. നിങ്ങൾ എല്ലാവരും കൊല്ലുകയും ചെയ്യും. നോക്കിക്കോ. ഓ ആണോ? മുതിർന്നവരോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല മോളെ. നിന്റെ അച്ഛൻ ഇതൊക്കെ നിനക്ക് പറഞ്ഞു തരാൻ മറന്നതായിരിക്കും. ഞങ്ങള് മുട്ടയൊന്നുമല്ല, ഇതാണ് ഇപ്പോഴത്തെ സ്റ്റൈൽ. ഈ സ്റ്റൈല് നിന്റെ തന്തയുടെയാണോ? അല്ലല്ലോ. വേഗം ഗേറ്റ് തുറക്കൂ. ബോസ് പറയുന്നവര് നമ്മളൊന്നും എടുത്ത് ചാടി ചെയ്യരുത്. ബോസ് വരട്ടെ, എന്നിട്ട് നമുക്ക് മാറി നിൽക്ക്. ഹലോ സ്വീറ്റ് ഹാർട്ട്, എന്റെ പേര് സിഡ്. നിന്റെ അച്ഛന്റെ ഫ്രണ്ടാണ്. എനിക്ക് റെസ്റ്റ് റൂമിൽ പോണം. ഐ ആം സോറി ഡിയർ. നിനക്ക് എവിടെയും പോകാൻ പറ്റില്ല. നല്ല കാര്യം. എന്നാ ഞാൻ ഇവിടെ തന്നെ പോയിക്കോളാം. ഡീഗൽ, ഇവളെ വിളിച്ചോണ്ട് പോ. എണീക്ക്, ഓ. എല്ലാവരും അലേർട്ടാണല്ലോ? യെസ് സർ. നന്നായി. ഇവിടെ ഓടിച്ചോ. താങ്ക്സ്. എടോ മൊട്ടത്തലയാ, അങ്ങോട്ട് നോക്കിയേ. ആ നോക്കുന്നുണ്ടല്ലോ. എന്റെ ഈശ്വര, എന്താ? എന്താ വേദനിക്കുന്നുണ്ടല്ലേ? നന്നായി വേദനിക്കട്ടെ. എന്ത് പറ്റി നിനക്ക്? ഈ പെണ്ണ് എന്നെ അടിച്ചു വീഴ്ത്തി. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. എന്താ? ആന്തി, ഞാൻ പറയുന്നത് കേട്ടോ ഡീഗൽ. ഇവൾ വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നീ അവളുടെ പുറകെ ഓടാതെ വെടിവെച്ച് കൊന്നേക്ക്. പറഞ്ഞത് മനസ്സിലായോ? അതാ മരമണ്ടിയിൽ കേറ്റ്. അടങ്ങി നിക്കടി. വേദനിക്കുന്നു, പതുക്കെ. എന്നെ വിട്. വെറുതെ ഒച്ച വെച്ചാലുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും അവളുടെ വായ അടയ്ക്ക്. അവളെ വിട്ടേക്ക്. ആ വരൂ ഓഫീസർ ബ്രിഗ്സ്. നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പറയുന്നു കേക്ക്. അവളെ വിട്ടേക്ക്. നിന്നെ പോലുള്ളവന്മാരുടെ വാക്ക് ഞാൻ കേൾക്കാറില്ല. നീ ഈ കാര്യത്തിൽ തലയിടരുത്. നിന്റെ ജോലി എന്താണോ അത് മാത്രം നീ നോക്ക്. പോയി ഇവിടുന്ന്. നിന്റെ തലക്കകത്ത് കളിമണ്ണാണെന്നാ തോന്നുന്നേ. ഒരു ചെറിയ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. മര്യാദക്ക് അവളെ വിട്ടേക്ക്. നീ നിന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? നീ നല്ലവനായോ, ഹീറോ ആയി മാറിക്കഴിഞ്ഞോ? ആ ഇപ്പൊ നീ ഒരു നല്ല ഓഫീസറാണോ? സിദ്, എന്നെക്കാൾ നിനക്ക് അണ്ടർവേൾഡ് ബിസിനസ് ഒക്കെ അറിയാമായിരിക്കാം. പക്ഷെ ഒരു ചെറിയ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്യുന്നത് തെറ്റാ. അതെയോ? ഈ പെണ്ണിന്റെ അച്ഛൻ കാരണമാണ് എന്റെ അനിയൻ മരിച്ചത്. അതിന് ഞാൻ പകരം വീട്ടിയെ തീരൂ. ഈ പെണ്ണിന്റെ അച്ഛൻ സത്യമുള്ളൊരു സോൾജിയറാ. നിന്റെ അനിയനാണെങ്കിൽ നല്ല ഒന്നാം തരം ഒരു ഗുണ്ട. ഇവര് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ നീ എന്റെ അനിയനെ ഒരു ഗുണ്ടാന്ന് ഓ പറയും? കം ഓൺ സിദ്. നിന്റെ അനിയൻ ഗുണ്ടയാണെന്നും ദ്രോഹിയാണെന്നും എല്ലാവർക്കും അറിയാം. അത് നിനക്കും അറിയാലോ. നിന്റെ വായടക്ക്. നീ കൊന്ന നിക്കിക്ക് ക്ലിപ്പിൽ ഡ്രഗ് ഇരിക്കുന്നുണ്ടെന്ന് ആരാ പറഞ്ഞെന്നറിയാമോ?
ആ ഞാൻ പറയാം, അത് മീത്തൻ തന്നെയാ. മീത്തന എല്ലാ കാര്യങ്ങളും നിക്കിയോട് പറഞ്ഞത്. നിന്റെ നല്ല കാലത്തിന് വേണ്ടിയാ നിക്കി ഫോൺ ചെയ്തപ്പോ എന്നെ കിട്ടിയത്. ഞാൻ പറഞ്ഞത് നിന്റെ മണ്ടയിൽ കേറിയില്ല. നീ നിന്റെ വായടക്ക് ബ്രിക്സ്. മീത്തൻ ബോറിസ് അവൻ എപ്പോഴും ഓണറാകാനാണ് ട്രൈ ചെയ്തോണ്ടിരുന്നത്, നിന്റെ സ്ഥലം കീഴടക്കാൻ. സത്യം പറയുവാണെങ്കിൽ അവൻ നിന്റെ അനിയനാകാൻ ഒട്ടും യോഗ്യതയില്ലാത്തവനാ. മനസ്സിലായോ നിനക്ക്? സത്യം പറയട്ടെ, അവനെ നീ ഒരുപാട് ലാളിച്ചാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അവന് ശിക്ഷ ലഭിച്ചതെന്ന് നീ ഒന്ന് മനസ്സിലാക്ക്. സിദ്, നിന്റെ അനിയൻ. മതി, നിർത്ത്. മീത്തൻ എന്റെ അനിയനല്ല. എന്ത്? എനിക്ക് മകനെ പോലെയാണ് അവൻ. അവൻ എന്റെ മോനാണ്, എന്റെ ജീവനായിരുന്നു. നിനക്ക് മനസ്സിലായോ? എന്റെ മകനായിരുന്നു അവൻ. 14 വർഷങ്ങൾക്ക് മുൻപ് ഒരു പെണ്ണുമായി എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പ്രഗ്നന്റ് ആയി. അവളുടെ പേരൻസ് അത് അബോർട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എന്റെ അമ്മ അതിന് സമ്മതിച്ചില്ല. അപ്പൊ ജനിച്ച കുഞ്ഞിനെ എന്റെ അമ്മയാണ് വളർത്തിയത്. അമ്മ എല്ലാവരോടും അത് സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായോ ബ്രിക്സ്? ഈ പെണ്ണിനെ ഞാൻ എന്തിനാ കിഡ്നാപ്പ് ചെയ്തതെന്ന്? അവൻ എന്റെ കുഞ്ഞിനെയാണ് കൊന്നത്. അതിന് ഞാൻ പകരം ചോദിച്ചേ അടങ്ങും. സിദ്, അതിനുവേണ്ടി ഇവിടെ കൊന്ന നിന്റെ മോൻ തിരിച്ചു വരില്ലല്ലോ. ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് തരാം. ഒരുപാട് നേരം എടുക്കില്ല. നീ ആ പെണ്ണിനെ എന്റെ അടുത്ത് വിട്. അതിനുശേഷം നമുക്ക് പഴയ ജോലി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശരി, ഓൾ റൈറ്റ്. വിളിച്ചോണ്ട് പോ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ സേഫ് തന്നെ. എത്ര പെട്ടെന്ന് പേടിച്ചത്? ഞാൻ കള്ളം പറഞ്ഞതാ. വിധി. ഈ ഡിറ്റക്റ്റീവിനെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. നല്ലോണം കേട്ടോ, 5 സെക്കൻഡിനുള്ളിൽ എന്റെ ഡോക്ടറെ നീ റിലീസ് ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത ബുള്ളറ്റ് നിന്റെ തലയ്ക്കകത്തായിരിക്കും. കണ്ണ് താഴെയിട്ടില്ലെങ്കിൽ നിന്റെ മോളെ ഞാൻ കൊന്നിരിക്കും. തീർച്ചയായിട്ടും. എന്താ? പക്ഷെ അതേസമയം നിന്റെ ബോസ് ജീവനോടുണ്ടാവില്ല. എന്റെ മകള് പോകുന്നതിന് മുമ്പ് അവൻ പോയിരിക്കും. അവളെ വിട്ടേക്ക് ഡീഗൽ. അവള് പോട്ടെ. എനിക്കറിയായിരുന്നു അച്ഛൻ അച്ഛൻ വരുമെന്ന്. നിനക്കൊന്നും പറ്റില്ലല്ലോ. ഒരു കുഴപ്പമില്ല. പറയൂ ധീരനായ സോൾജർ, നീ എന്നെ കൊല്ലാൻ പോവാണ്. അത് നീ എടുക്കുന്ന തീരുമാനത്തിലാണ്. ഇത് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാനാണ് നിന്റെ പ്ലാൻ എങ്കിൽ നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല. നീ വിജയിച്ചു. നിന്റെ ആൾക്കാരോടും പറയുക. ശ്രദ്ധിച്ച് കേൾക്കൂ. ബോബിയെ വിട്ടേക്കൂ. ഇനി അവനെ ആരും ശല്യം ചെയ്യരുത്. പോകാം റേച്ചൽ. വേഗം പോകൂ. അവര് രണ്ടുപേരെയും വിടരുത്. ഞാൻ പറയുന്നത് കേൾക്ക്. കുറച്ചു നേരത്തേക്ക് ഇതിന്റെ അകത്ത് നീ ഒളിച്ചിരിക്കേ. Oh no. എന്തിനാ ഏതിനാന്ന് ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. ഞാൻ വരുന്നത് വരെ നീ ഇതിന്റെ അകത്ത് തന്നെ ആയിരിക്കണം. ഐ ലവ് യു ബേബി. I love you too, Daddy. എല്ലാത്തിനെയും അങ്ങ് തീർത്തേക്ക്.
അവര് രണ്ടുപേരും കിട്ടിയോ ഇല്ലയോ അത് പറ. അതെ കിട്ടി. ബോബിയെ ഞങ്ങൾ കണ്ടു. പക്ഷെ അവന്റെ മോള് കൂടെ ഇല്ല. ആ പെണ്ണ് കാര്യമല്ല, അവനാണ് നമ്മുടെ ടാർഗറ്റ്. അവനെ എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റൂ. പിടിച്ചിട്ട് വിളിക്കേ. യെസ് സർ. നീ ചെല്ല്. എടാ കുടുങ്ങിയല്ലേ, എഴുതേക്ക്. ഞങ്ങളോടാണ് നിന്റെ കളി. അച്ഛാ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് സ്വീറ്റ് ഹാർട്ട്? താങ്ക് യു. നീ വന്നത് നന്നായി. പക്ഷെ എന്താ അത്ര ലേറ്റ് ആയത്? എന്തായാലും ഞാൻ എത്തിയില്ലേ? ബോബി, നീ പോയി നിന്റെ മോളെ വിളിച്ചിട്ട് വാ. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. ആണോ? ഷുവർ. ഇവൻ എനിക്ക് വേറെ നിസ്സാര കേസാ. ഓക്കെ, നീ തന്നെ നോക്കിയോ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഒന്ന് മുട്ടി നോക്കാം. എന്നാ ഒരു കൈ നോക്കാം. വായടക്ക്. വാ. Shut up. വായടക്ക്. നീ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. മര്യാദയ്ക്ക് അവളെ വിട്ടേക്ക്. പറ്റില്ല. വിടാനാ പറഞ്ഞത്. വിടില്ല. എന്റെ മകനെ കൊന്നതിന് ഞാൻ ഇവളെ കൊന്നയാടങ്ങും. എന്ത്? ഞാൻ അവനെ കൊന്നില്ല. എന്റെ വൈഫിന്റെ അടുത്ത് അവൻ തെറ്റായ രീതിയിൽ പെരുമാറാൻ നോക്കി. ഞാൻ അവനെ തടയാൻ നോക്കി, അത്രേ ഉള്ളൂ. Shut up. വായടച്ച് അനങ്ങാതെ നിൽക്ക്. ഓക്കെ, നടന്നതൊക്കെ നടന്നു. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നീ കൊല്ലാൻ പോവാണ്? അല്ല, നിന്നെ കൊല്ലും. അച്ഛാ, റേച്ചൽ, നീ പേടിക്കണ്ട. എല്ലാം തീർന്നു. ഇനി ഒരു പ്രോബ്ലം ഇല്ല.
വാവ്. ഇവൻ എന്റെ ഫ്രണ്ട് ടൈഗർ. താങ്ക് യു ടൈഗർ, കറക്റ്റ് സമയത്താണ് വന്നത്. നിന്നെ പരിചയപ്പെട്ട സന്തോഷം. ഹായ്. നല്ലത്. നിന്റെ സഹായം ഒരിക്കലും ഞാൻ മറക്കില്ല. കുഴപ്പമില്ല. നമുക്കിടയിലുള്ള കണക്ക് തീർന്നിരിക്കുന്നു. ഇല്ല, കണക്ക് നീ തീർന്നിട്ടില്ല. നീ ഒരു തവണ ചെയ്തുള്ളൂ. ആലോചിച്ച് നോക്ക്. ഞാൻ നിന്നെ പാർക്കിൽ വെച്ച് രക്ഷിച്ചു. അതിനുശേഷം ആ റൗഡികളുടെ അടുത്തുനിന്ന് രക്ഷിച്ചു. ഇപ്പൊ ഇവന്റെ അടുത്തുനിന്ന് രക്ഷിച്ചു. നീ ഇനിയും എന്നെ 2 തവണ കൂടി രക്ഷിക്കണം. എന്താ പറഞ്ഞ? പാർക്കിലോ? പാർക്കിൽ ആൾക്കാർ അയച്ചത് നീയല്ലേ? അവരെ ഞാൻ അയച്ചതല്ല, രക്ഷിക്കാനാണ് ഞാൻ വന്നത്. ആരാ അത്? ഒരു കാലത്ത് ഞങ്ങൾ രണ്ടുപേരും കോ വർക്കേഴ്സ് ആയിരുന്നു. നല്ല ആളാന്ന് തോന്നുന്നു. അവനെ കണ്ട അങ്ങനെ തെറ്റിദ്ധരിക്കും. അച്ഛനെ കുറിച്ച് പിന്നെ പറയണോ? അയാളുടെ ടാറ്റോസ് അടിപൊളിയായിട്ടുണ്ട്. എനിക്കും അതുപോലെ വേണം. അത് വേണ്ട, അതിന്റെ അച്ഛാ ആവശ്യമില്ല. പ്ലീസ് അച്ഛാ ഈ കാര്യത്തെ പ്ലീസ്. കുറിച്ച് നിന്റെ അമ്മയോട് സംസാരിച്ചാൽ മതി. അതെന്താ ഞാൻ ഇട്ടാല്? എന്റെ അമ്മയോട് ചോദിക്കും. Wrong side of town. I hit your ass up if you slipping out of bounds on the wrong side of town. Keep playing around here, get your ass laid down, homie. Wrong side of town. 40 cal Mac Millie, nigga, catch a couple rounds on the wrong side of town. Nigga, you on the wrong side of town. They say I killed him, nigga. They say I stabbed him, homie, but it was self-defense. He was asking for it. Oh, hating ass nigga round the waist. Sent the nigga on his way. Now it's paper on my face. Yeah, it's paper on my face. They ain't up in my waist. Got the whole hood hot. Yeah, I'm going out of trace. I'm posted in the corner. They got a nigga stuck. Harriet and Pharaoh. It's a cherry red chuck. It's a cherry red chuck. Big dog do his thing. In that 6'4" rag. Niggas know I gang bang. Trying to fill me up with lead. These niggas want me dead. They was aiming from my head, but they hit me in the leg. It's murder, murder, murder. Kill, kill, kill. I was raised in the gutter. All I do is clap still. So let them keep coming. I'ma gun their ass down. But for now, they got me on the wrong side of town. I hit your ass up if you slipping out of bounds on the wrong side of town. Keep playing around here, get your ass laid down, homie. Wrong side of town. 40 cal Mac Millie, nigga, catch a couple rounds on the wrong side of town. Yeah, nigga, you on the wrong side of town. Low key, riding through the hood in the Nova, and I'm pushing them boulders. Nigga, I'm a hood soldier, hit him up. Big homie told me go and flip him over, rip him up, get the clap and sip him like a Thriller jacket. They caught a nigga slipping behind enemy lines, and I'm running out of bullets like I'm running out of time. My 9 just jammed, and I'm a hitman. Now a nigga hate his job, kinda like the homie Cam. They got me trapped off Washington in the Oaks. They chase a nigga down all through the liquor store. I crept out the back, threw away the gat. Had to jack the Japanese man boys back. It's home sweet home, goddamn Killer Cali. Got a nigga feeling like Trey in that alley. A boy in the hood on the come up. Word to my little homies, never put your gun up when you on the wrong side of town. I hit your ass up if you slipping out of bounds on the wrong side of town. Keep playing around here, get your ass laid down, homie. Wrong side of town. 40 cal Mac Millie, nigga, catch a couple rounds on the wrong side of town. Nigga, you on the wrong side of town. Yeah, big dog, riding through that city slow, 2 miles per hour. Nigga, you see that 6'4", 17 by 9 Davis, homie. Smile for the camera, you know they hate, homie. I'm a $1 million motherfucking nigga. That's why I keep a finger on the tech non-trigger. Yelling so rude, niggas can feel the pain. That nigga game know about the beat of Diva Lane. He know about that F1 switching 4 ways, red line, flat line. Nigga, it's all the same. I don't love these hoes, so when they trip my bitch, be a 45th in a presidential zip. They say I got the swag of Biggie in the presence of Mossberg. Oh shit, it's the resurrection of 4-bit. No tint on my phone, no sense in my brain. So run up on my shit and feel that flame on the wrong side of town. I hit your ass up if you
nigga slipping out of bounds on the wrong side of town. Keep playing around here, get your ass laid down, homie. Wrong side of town. 40 cal Mac Millie, nigga catch a couple rounds on the wrong side of town.